ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമെന്ന് കടുത്ത സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പെടുത്തു. ഇതിന്റെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചു. കുപ്രസിദ്ധനായ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യം എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ശ്യാം ദേവരാജും ഹരിമോഹനുമാണ് ചേരുന്നത്. ശ്യാം ദേവരാജിലേക്ക് ആദ്യം. ശ്യാം, ഞെട്ടിക്കുന്ന നിരീക്ഷണങ്ങളാണല്ലോ അല്ലെങ്കിൽ സംശയങ്ങളാണല്ലോ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനിത വേണു, കടുത്ത സംശയങ്ങളാണ്, മുന്നറിയിപ്പാണ് ഹൈക്കോടതി ഇതിൽ നൽകുന്നത്. ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോഴാണ് അതിന്മേൽ ഇത്തരം സംശയങ്ങൾ കോടതി പ്രകടിപ്പിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയത് രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് എന്നാണ് ഹൈക്കോടതി ദേവസ്വം വെച്ച് സംശയിക്കുന്നത്. ഇതിൽ കടുത്ത സംശയമാണ് ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നത്. ഒപ്പം SITക്ക് മുന്നറിയിപ്പ് കൂടി നൽകുന്നു. ആ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശവും കൂടി നൽകുന്നുണ്ട്. ഈ പോറ്റി ചെയ്തത് ഇങ്ങനെയാണ്: ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ, വാതിൽപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ, താങ്ങുപീഠത്തിന്റെ ഒക്കെ ഇതിന്റെ എല്ലാം അളവെടുത്തു. ഇതിനായാണ് ആശാരിയായ നന്ദൻ അവിടേക്ക് എത്തുന്നത്, അതായത് ശബരിമലയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ അളവെടുക്കുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ദേവസ്വം ബോർഡിന്റെയോ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയോ അനുമതി ഉണ്ടായിരുന്നില്ല. ഈ അനുമതി ഇല്ലാതെയാണ് ഇത്തരം അളവെടുത്തത്. അതിന് മേൽശാന്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരം അളവെടുത്തത്. നട തുറന്നിരിക്കുന്ന സമയത്തായിരുന്നു എന്നത് കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയം. അത് ഹൈക്കോടതി നേരത്തെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ എന്തിനിങ്ങനെ പകർപ്പെടുക്കുന്നു, അളവെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതിന്റെ പകർപ്പ് ശബരിമലയിൽ നിന്ന് എടുക്കുകയും അത് വിഗ്രഹങ്ങളാക്കി നിർമ്മിക്കുകയും അതിന്റെ പകർപ്പ് അല്ലെങ്കിൽ അത്തരം വിഗ്രഹങ്ങൾ രാജ്യാന്തര മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് വലിയൊരു കൊള്ളസംഘത്തിന്റെ ലക്ഷ്യം. അത്തരം ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായാണോ പോറ്റി ഇങ്ങനെ അളവെടുത്തത് എന്നാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. ഇത് വൻ വിലയ്ക്ക് രാജ്യാന്തര വിപണിയിൽ, രാജ്യത്തിന് പുറത്തുള്ള വിപണിയിൽ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ വൻ വിലയ്ക്ക് വിൽക്കുക എന്നതാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം? അതിന്റെ കണ്ണിയാണോ, അതിന്റെ ഭാഗമായിരുന്നോ ഇത്തരം നീക്കങ്ങൾ എന്നാണ് കോടതി സംശയിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, കോടതി പറയുന്നത് ഇത് സമഗ്രമായി തയ്യാറാക്കിയ ഒരു പദ്ധതി അനുസരിച്ചാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയത് എന്നതാണ്. അതിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യാന്തര ശൃംഖലയുടെ ഭാഗമായുള്ള കള്ളക്കടത്തുകാരുടെ പദ്ധതി എന്നാണ് ഹൈക്കോടതി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇതിൽ ഇന്ത്യൻ വംശജനായ ഒരു വലിയ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരനുണ്ട്, കള്ളക്കടത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സുഭാഷ് കപൂർ എന്നതാണ്. ഈ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുള്ള പദ്ധതികളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറാക്കിയത്. ആ രീതിയിലാണ് അത് ചെയ്തത് എന്നതാണ് ഹൈക്കോടതി ഈ കേസിൽ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്ന. ആ രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ്, കടുത്ത നിരീക്ഷണങ്ങളാണ് നടത്തുകയും ചെയ്തത്. ശ്യാം ദേവരാജ്, നമുക്കിപ്പോൾ കോടതി നിരീക്ഷണങ്ങൾ, അതായത് കോടതി വെറുതെ സംശയം പ്രകടിപ്പിക്കില്ലല്ലോ. ഈ നിരീക്ഷണങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് ഇവിടെയൊന്നും നിൽക്കുന്ന തരത്തിലുള്ള ഒരു കൊള്ളയല്ല, അല്ലെങ്കിൽ അത്തരം ഒരു തട്ടിപ്പല്ല എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഇത്തരത്തിലൊരു വിഗ്രഹക്കടത്താണോ നടന്നിരിക്കുന്നതെന്ന് അന്വേഷിക്കാൻ SITക്ക് നിർദ്ദേശവും നൽകുകയാണ് കോടതി. അങ്ങനെ തന്നെയാണ്. അതിന്റെ എല്ലാ വശങ്ങളും സമഗ്രമായി അന്വേഷിക്കുക എന്നതാണ് ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ കൂടി ഹൈക്കോടതി SITക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ശബരിമലയിലെ ഓരോ ആർട്ടിഫാക്ട്സ്, അതായത് ഓരോരോ വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവ, ഈ പാളികൾ, സ്വർണ്ണപ്പാളികൾ, സ്വർണ്ണവാതിൽ, ഇതിന്റെ എല്ലാം റിപ്ലിക്ക്, അതായത് ഇതിന്റെ എല്ലാം പകർപ്പെടുക്കുക, അതിന്റെ എല്ലാം പകർപ്പ് തയ്യാറാക്കുക, അളവെടുത്തു കൊണ്ടുപോയി അതെല്ലാം തയ്യാറാക്കുക. എന്നിട്ട് ഇത് രാജ്യാന്തര മാർക്കറ്റിൽ ഇതിന് വലിയ മൂല്യമുണ്ടാകും. ആ മൂല്യത്തിനനുസരിച്ച് വിൽക്കുക. അതായത് ഈ വലിയ മൂല്യം, നമ്മൾ വിലമതിക്കാനാകാത്ത രീതിയിലുള്ള അത്രയും വലിയ പണമാണ് അതിലേക്ക് ഒഴുകുന്നത്. അത്തരം ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് എന്നാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. ഇത് രാജ്യാന്തര കള്ളക്കടത്തുകാരൻ, 2011 അറസ്റ്റിലായ വിഗ്രഹ കള്ളക്കടത്തുകാരൻ, ഈ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളാണ് സുഭാഷ് കപൂർ. അങ്ങനെ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുള്ള പദ്ധതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ചെയ്തത്, നടത്തിയത് എന്നാണ് ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് രാജ്യാന്തര ശൃംഖലയുടെ ഭാഗമായുള്ള കള്ളക്കടത്തുകാരുടെ ബൃഹത് പദ്ധതി എന്ന് ഹൈക്കോടതി വിശേഷിപ്പിക്കുന്നത്. വിനിത വേണു സൂചിപ്പിച്ചതാണ്, ഇത് ഇവിടെയെങ്ങും നിൽക്കുന്നതല്ല. കേവലം ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ പോലും അതിന്റെ ഉപകരണങ്ങളായി മാറിയോ എന്നതാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. ഉപകരണങ്ങളായി
മാറിയതാണോ അതോ അവർ അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്നതുൾപ്പെടെ SIT അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. ഹരിമോഹൻ കൂടി ചേരുകയാണ്. ഹരിമോഹൻ, വലിയ ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട്. നമുക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട്. അതിലൊക്കെ തന്നെയും കോടതിയും പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തുന്നു. ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള സംശയം അത് ഗുരുതരം തന്നെയാണ്. രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമായിരുന്നു ഇത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഈ പകർപ്പ് ഇതിന്റെയൊക്കെ അവിടെയുള്ള വിഗ്രഹങ്ങളുടെ ആയാലും ഒക്കെ പകർപ്പ് നിർമ്മിക്കാനുള്ളൊരു ശ്രമം നടന്നു. അതായത് വലിയൊരു തട്ടിപ്പിനുള്ള ആസൂത്രണം കൂടി പിൻഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് അല്ലെങ്കിൽ സംശയത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. തീർച്ചയായിട്ടും വിനിത, വളരെ ഗുരുതരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ തന്നെ ഹൈക്കോടതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെയും വരുന്നത് ഈ ദിവസങ്ങളിൽ SIT നടത്തിയിട്ടുള്ള അന്വേഷണം, അതായത് ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം SIT കടന്നു ചെന്നിട്ടുള്ള അന്വേഷണത്തിന്റെ മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകളും രേഖകളും മൊഴികളും ഒക്കെ തന്നെ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ച എന്നുള്ളതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായിട്ടുള്ള പങ്ക്, ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ ഒക്കെ തന്നെ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് SIT ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള തരത്തിൽ ഇതിൽ മൊഴി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്നിലധികം തവണ ഇത്തരത്തിലുള്ള സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കൂടി SIT എത്തിയിട്ടുണ്ട്. അത് അവിടെയാണ് ഇത് ഒരു തവണ ശ്രമിച്ച് അത് വിജയിച്ച് വീണ്ടും അത് ശ്രമിക്കുകയും അത് വിജയകരമാക്കി പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ് ഈ കവർച്ചക്കാർ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിന് പുറകിലുള്ള ആളുകൾ എന്നുള്ളതാണ് SITയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. അതായത് ഒന്നിലധികം തവണ ഇത്തരത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അന്വേഷണം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ, അല്ലെങ്കിൽ നേരത്തെ ഒരു ഘട്ടം കഴിഞ്ഞ് നിർത്തി വീണ്ടും ഉദ്യോഗസ്ഥരിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഭരണസമിതിയിലേക്ക് അന്വേഷണം പോകുന്നു.